എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ. ഈവൻ ഞാൻ ജഡ്ജി എടുത്ത് പറഞ്ഞു, സാർ ഇതാണ് അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടുന്ന് പൊയ്ക്കോ, ശരിയാവില്ല എന്നാ. എനിവേ അല്ല, അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾ പുറത്തു വന്ന് നേരത്തെ അല്ല, അയ്യപ്പന്റെ തിരുവാഭരണവും മലയാളപ്പുഴയിലെ ഇതും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പന്തളം കൊട്ടാരത്തിന് അഗൻസ്റ്റായിട്ട് പറയുന്നതല്ല, അവർ സാധുക്കളാണ്. തിരുവാഭരണം സൂക്ഷിച്ച സ്ഥലം ഞാൻ കണ്ടു, ഞാൻ പോയി നോക്കി. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച്, ഈ ഒരു കൊച്ചു ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ ഒരു 3 പോലീസുകാർ ഇട്ടിട്ടുണ്ട്, സെൻട്രി എന്ന് പറഞ്ഞ്. ഞാൻ വളരെ തഞ്ചമായിട്ട് അവിടെ പോയി മഫ്റ്റിയിൽ നടന്നാണ് ഞാൻ പോയത്. ഇത് 2016-ലോ 17-ലാണെന്നാണ്. ഒറ്റ പോലീസുകാരനേ ഉള്ളൂ, ബാക്കി 2 പോലീസുകാർ മുങ്ങും. ഈ പോലീസുകാരൻ ഞാൻ മനസ്സിലാക്കിയത് രാത്രിയിൽ അവൻ്റെ വീട്ടിൽ പോകും. പിന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവാഭരണം. ഈ തിരുവാഭരണം അയ്യപ്പൻ്റെ അല്ലേ, ഇത് ആര് മോഷ്ടിക്കാൻ? എന്നാൽ പോലീസുകാർ വിശ്വസിച്ചിട്ടായിരിക്കും അവർ പോയത്. അവർക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നവർക്ക് അത്രയ്ക്കേ ഉള്ളൂ. ഒരു യമഹ എഞ്ചിൻ ഫിറ്റ് ചെയ്ത് ഒരു വള്ളത്തിൽ ഇതിൻ്റെ ബാക്കിൽ വന്നാൽ കയറി സുഖമായിട്ട് ഈ ആഭരണങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോകാം എന്ന് അത്തരത്തിൽ റിപ്പോർട്ട് കൊടുത്തു. അന്ന് കൊടുത്തെന്നാണ് 95% എൻ്റെ ബലമായ സംശയം. ഇനി പഴയ റെക്കോർഡ്സൊക്കെ തപ്പി ഞാൻ കൊടുത്തു, ഞാൻ ചുമ്മാ പോയി നോക്കിയതല്ലല്ലോ. അതുകൊണ്ട് ഈ സെക്യൂരിറ്റി ഇങ്ങനെ അല്ല, അവിടെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യണമെന്നൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അങ്ങേക്ക് വധഭീഷണി വരുന്നത്. വധഭീഷണി ഇതെല്ലാം കൂട്ടി വായിക്കണം. ഇത് സെക്യൂരിറ്റി ഓഡിറ്റ്, തിരുവാഭരണം, സുപ്രീം കോടതിയാണോ എന്ന്. വധശ്രമം നടന്നത് എൻ്റെ ഡ്രൈവറെ മാറ്റി ടക്കന്. ഞാൻ പോലീസിലാണെങ്കിൽ പോലും അത് എനിക്ക് എപ്പോഴും നമുക്കൊരു അല്ല, വോൾവോ ബസ് വന്ന് എൻ്റെ വണ്ടി ടയോട്ട കാറിൽ ഒറ്റ ഇടി, ഹെഡ് ഓൺ കൊളിഷൻ. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഇവന് ലോങ് പോകാൻ അറിഞ്ഞൂടാ. ഇവൻ പ്യൂണാണ്, അവന് എല്ലാ പ്യൂണർക്കും ഒരു വലിയ പ്രാർത്ഥനയാണ് അവർക്ക് ഡ്രൈവറായിട്ട്. ഇഞ്ചുറി പറ്റിയോ? സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടും അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ടും ഒന്നും പറ്റില്ല. പക്ഷേ 3 ലക്ഷം രൂപയായി കാർ. ആകെ കാറിൻ്റെ വില 6 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ ഇതായി. മാത്രമല്ല പിന്നെ എന്നെ ഫുഡ് പോയ്സൺ ചെയ്തു. ഞാൻ അന്ന് സ്പെഷ്യൽ കമ്മീഷണർ നേരിട്ട് പറഞ്ഞു ഫുഡ് പോയ്സൺ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയാം, GK എന്നാണ് വിളിക്കുന്നത്, GK ഞാനും ഇനി ഇവിടുന്ന് ഭക്ഷണം വാങ്ങുന്നില്ല, നമുക്ക് പോലീസ് മെസ്സിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ പോലീസ് മെസ്സ് ഒരാഴ്ച കഴിഞ്ഞാൽ പോലീസ് മെസ്സും പറ്റില്ല, ഇവന്മാർ അവിടെ കയറും എന്ന് ഞാൻ അദ്ദേഹത്തിന് പറയുകയും ഞങ്ങൾ പോലീസ് മെസ്സിൽ നിന്നാണ് ഭക്ഷണം. അപ്പോൾ അവിടെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്, വലിയൊരു കോക്കസ്. മാത്രമല്ല കോക്കസ് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന, എനിക്കും SI പ്രശാന്തിനും കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ സഹായങ്ങളും വൺ ബൈ വൺ നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനവിടെ കണ്ടിന്യൂ ചെയ്യണം? ഞാനിന്ന് ആലോചിച്ച് ചത്തു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയും കിട്ടും, 3 വെടി മുകളിലോട്ടും. ഇതിൽ കൂടുതലൊന്നുമില്ല.